മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടാകാൻ പാടില്ല, അയിത്തക്കേട് ഉണ്ടാകാൻ പാടില്ല. എന്തൊരയിത്ത നമ്മളാൾക്കാർക്കുണ്ട് അങ്ങനെ. ബാപ്പ ഒരു ഗ്ലാസ്സിൽ കുടിച്ചു വെച്ച വെള്ളം കുടിച്ചു വെച്ച ഗ്ലാസ് ആണെങ്കിൽ അപ്പൊ മകൻ ഇനി അതിൽ വെള്ളം കുടിക്കണമെങ്കിൽ ആ ഗ്ലാസ് ഒന്ന് കഴിക്കണം. ഓ, വല്ലാത്ത ഒരു കണ്ടീഷനായി പോയി അല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ കുടിച്ചതിന്റെ ബാക്കി അതിൽ ശിഫ ഉണ്ട് എന്നല്ലേ ഹദീസിലുള്ളത്? സൂറുൽ മുഅ്മിനി ശിഫ. മുഅ്മിൻ കുടിച്ചതിന്റെ ബാക്കിയിൽ ശിഫ ഉണ്ട് എന്നല്ലേ? പഴയ കാലത്ത് വാപ്പാർക്കും ഉമ്മാർക്കും ഒന്നും വീട്ടിൽ അസുഖങ്ങൾ ഉണ്ടാകൂല. നോക്കൊണ്ട് നിങ്ങൾ ഇന്നത്തെ വല്യപ്പാർക്ക് അതിനൊരു വലിയ കാരണം എന്താ അറിയോ നിങ്ങൾ? ചെറിയ കുട്ടികൾ, അഴുക്കൊന്നുമില്ലാത്ത, കയ്യിൽ അഴുക്കൊന്നും പൊറലാത്ത ചെറിയ മക്കളില്ലേ, 2, 3, 4, 5, 6 വയസ്സായ കുട്ടികൾ, അവര് കഴുകിയിട്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ ബാക്കിയിടും പാത്രത്തിൽ. ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഉമ്മയും ബാപ്പയും ഭക്ഷണം കഴിക്കുക അല്ലേ? ഇന്നാ ബാക്കി വെച്ച് നേരെ കൊണ്ടുപോയി കൊട്ടും. അപ്പോ കൊട്ടീന്റെ ഫലമായിട്ട് അല്ലാഹു തആല മാസം ഒരു 5000 ചെലവായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അതന്നെ. അപ്പോ ഒരു കണക്കിന് ഷുഗറിന് കുറച്ച് 1000, പ്രഷറിന് മറ്റേത് കുറച്ച്, കൊളസ്ട്രോളിന് വേറെ, പിന്നെ എന്താ പറയണ്ടേ, എല്ലാത്തിനും ഓരോ വകുപ്പ്. എന്താ മുമ്പ് എന്തേ രോഗമൊന്നുമില്ല? മുമ്പ് ഇങ്ങനെയൊന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനല്ലേന്ന് ഓരോ വീട്ടിലും ചെയ്തിരുന്നത്. എത്ര വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു, ബറക്കത്ത്. ആ കുട്ടിയൊരു ബിസ്മില്ലാഹി ചൊല്ലി കഴിച്ചാൽ നല്ല ഭക്ഷണം, കേടൊന്നും വന്നിട്ടില്ല. ആ ഭക്ഷണമാണ് വെറുതെ കൊണ്ടുപോയി കൊട്ടുന്നത്. അതിന് ഹിസാബില്ലേ? ആ ഭക്ഷണത്തിലേക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കുറച്ചുകൂടി കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുമായിരുന്നു പഴയ കാലത്ത്. അതിൽ ശിഫ ഉണ്ടായിരുന്നു. ഒരു മുഅ്മിൻ കുടിച്ചു വെച്ചതിന്റെ ബാക്കി, ആ കുടിച്ചത് തന്നെ ഒരു ആലിമാണെങ്കിൽ നിങ്ങൾ നോക്കി, അതന്നെ ഒരു ആരിഫാണെങ്കിൽ, ഒരു വലിയ സയ്യിദാണെങ്കിൽ ഒന്നിങ്ങനെ കൂട്ടി നോക്കി ദർജകളൊക്കെ വേറെ. ഈ വെള്ളം കുടിച്ചു വെച്ച് അവിടെ വെച്ചു പോയ ആള്, ആ കുടിച്ചു വെച്ച ആ പാത്രത്തിൽ കുടിച്ചു വെച്ച ബാക്കിയുള്ള കുടിച്ചു പോയ ആള് ഒരു തെറ്റും ചെയ്യാത്തൊരു സ്വാലിഹാണെങ്കിൽ നമ്മളത് കുടിച്ചാൽ തന്നെ നമ്മൾ നന്നാകൂലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം എന്തായിരുന്നു? ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഹദീസിൽ കാണാം, തിരിച്ചു വന്നാൽ ആ പാത്രം ഇങ്ങനെ കറക്കുന്ന മഹദി. എന്തിന്? ചുണ്ടിന്റെ നനവ് കാണാൻ. പാത്രം ഇങ്ങനെ കറക്കിയിട്ട് നനവ് എവിടെ കാണുന്നോ അവിടെ ചുണ്ട് വെച്ച് കുടിക്കും. അങ്ങനെയാണ് അവരൊക്കെ പഠിപ്പിച്ചു തന്ന സ്വഭാവം, ബറക്കത്തിന്റെ സ്വഭാവം. നമുക്കത് പലതും പരിഷ്കാരത്തിന്റെ പേരിലും മറ്റും നമ്മൾ തള്ളിയപ്പോ നമ്മൾ അറിയാതെ മറ്റു പലർക്കും ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. നമുക്കതൊക്കെ ഒരു പരീക്ഷണമായിട്ടാ നമ്മളത് അനുഭവിക്കേണ്ടതും കാണേണ്ടതും.